നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് SDPI ധാരണ തുടരുന്നു. സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അംഗങ്ങൾക്ക് SDPI പിന്തുണ. വികസനകാര്യ സ്ഥിരം സമിതിയിലേക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്കും കോൺഗ്രസ് അംഗങ്ങൾ SDPI പിന്തുണയോടെ വിജയിച്ചു. വികസനകാര്യ സ്ഥിരം സമിതിയിലേക്ക് 14-ാം വാർഡ് ചൊവ്വന്നൂരിൽ നിന്നുള്ള ലിസി ജോയ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് 2-ാം വാർഡ് പൂശപ്പള്ളിയിൽ നിന്നുള്ള ജിഷ അനിൽ എന്നിവരാണ് SDPI പിന്തുണയോടെ വിജയിച്ചത്. ഇരുവരും കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ചവരാണ്. ചൊവ്വാഴ്ച രാവിലെ 10:30 വരണാധികാരിയായ കുന്നംകുളം താലൂക്ക് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ രാജേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുണ്ടായതിന് സമാനമായ രീതിയിൽ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ SDPI പിന്തുണച്ചത്. കോൺഗ്രസിന്റെ 5 അംഗങ്ങളും SDPIയുടെ 2 അംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തിയതോടെയാണ് CPIMന്റെ 6 അംഗങ്ങളെ മറികടന്ന് കോൺഗ്രസ് അംഗങ്ങൾക്ക് വിജയിക്കാനായത്. ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലേക്കുള്ള അംഗത്തെ തെരഞ്ഞെടുക്കുന്നതിൽ നിന്നും SDPI വിട്ടുനിന്നു. ഇതോടെ 11-ാം വാർഡ് മാന്തോപ്പിൽ നിന്നുള്ള CPIMലെ ഷഹർബാൻ കോൺഗ്രസ് അംഗം ഐശ്വര്യയെ പരാജയപ്പെടുത്തി. ഷഹർബാന് 6 വോട്ടും ഐശ്വര്യയ്ക്ക് 5 വോട്ടുകളുമാണ് ലഭിച്ചത്. SDPIക്ക് പുറമെ BJP അംഗവും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വികസന സ്ഥിരം സമിതിയിലേക്ക് CPIMൽ നിന്നും സുജീഷയും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് രതിയുമാണ് മത്സരിച്ച് പരാജയപ്പെട്ടത്. SDPI പിന്തുണയോടെ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് വിജയിച്ചത് സംസ്ഥാനത്താകെ കോൺഗ്രസ് നേതൃത്വത്തിന് നാണക്കേടും തലവേദനയും സൃഷ്ടിച്ചിരുന്നു. പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും നേതൃത്വത്തെ തള്ളി സ്ഥാനങ്ങളിൽ തുടരുന്ന ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ചൊവ്വാഴ്ച നടന്ന സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് SDPI ധാരണ തുടർന്നതും കോൺഗ്രസ് അംഗങ്ങൾ വിജയിച്ചതും. ഇതോടെ വീണ്ടും നാണം കെട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഗുരുവായൂർ മമ്മിയൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. ടോറസ് ഡ്രൈവർ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാക്കിർ, ബസ്സിലുണ്ടായിരുന്ന കർണാടക സ്വദേശികളായ ശ്രേയസ്, സുദീപ്, അരുൺകുമാർ, ശാന്തകുമാർ, ഭരത്, ചിരന്ത്, അർജുൻ, ഹാരിഷ്, നാഗേഷ് ഹരിഹരൻ, മരത്, രാജ്കുമാർ, നാഗരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ രാജ്കുമാറിനും നാഗരാജനുമാണ് ഗുരുതര പരിക്ക്. ടോറസിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവർ ഷാക്കിറിനെ ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് രക്ഷപ്പെടുത്തിയത്. മമ്മിയൂർ അത്താണി ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെ 1:30 അപകടം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കർണാടകയിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അത്താണി ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡിൽ നിന്നും ഇടത്തോട്ട് തിരിയുന്നതിനു പകരം ബസ് വലതുഭാഗത്തുകൂടെ കുന്നംകുളം റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ സമയം കുന്നംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന ടോറസ് ബസ്സിലിടിക്കുകയായിരുന്നു. 50 മീറ്ററോളം ബസ്സിനെ തള്ളി നീക്കി സമീപത്തെ വീട്ടുമതിൽ തകർത്തു. മുസ്ലിം വീട്ടിൽ സുഹറയുടെ വീട്ടുമതിലാണ് തകർന്നത്. സമീപത്തെ 4 കടകളുടെ മുൻഭാഗവും ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകരും ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകരും മുതുവട്ടൂർ രാജ ആശുപത്രിയിലും ഹയാത്ത് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. ഇവരെ പിന്നീട് അമല ആശുപത്രിയിലേക്കും അശ്വിനി ആശുപത്രിയിലേക്കും മാറ്റി. ദിശ മാറി വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് അത്താണി ജംഗ്ഷനിൽ പതിവായിരിക്കുകയാണ്. ദീപപ്രഭയിൽ കുളിച്ച് കുന്നംകുളം. ചരിത്രപ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ അഥവാ ധനഹാ പെരുന്നാളിന് ആവേശകരമായ തുടക്കം. നാടും നഗരവും ദീപാലങ്കാരങ്ങളാൽ തിളങ്ങി നിൽക്കെ കുന്നംകുളത്തിന്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ അഥവാ ധനഹാ പെരുന്നാളിന് തുടക്കമായി. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായാണ് പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മാമോദിസ ചടങ്ങിന്റെ സ്മരണ പുതുക്കുന്ന ആഘോഷം ജാതിമത ഭേദമന്യേ കുന്നംകുളത്തുകാർ ഒരേ മനസ്സോടെയാണ് കൊണ്ടാടുന്നത്. പെരുന്നാളിന്റെ പ്രധാന ആകർഷണമായ പിണ്ടികൾ അലങ്കരിക്കുന്ന തിരക്കിലാണ് നാടും നഗരവും. പ്രധാനമായും അങ്ങാടികളിലാണ് പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ദീപാലംകൃതമായ അങ്ങാടികൾ കുന്നംകുളത്തെ പ്രത്യേകതയാണ്. വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ പിണ്ടികളിൽ മൺചിരാതുകൾ, മറ്റ് അലങ്കാര വിളക്കുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. തെക്കേ അങ്ങാടി, സെന്റ് മത്യാസ് പള്ളി, വടക്കേ അങ്ങാടി, കിഴക്കേ അങ്ങാടി, പടിഞ്ഞാറേ അങ്ങാടി തുടങ്ങിയ വിവിധ പള്ളികളിൽ പെരുന്നാൾ ശുശ്രൂഷകൾ, പ്രദക്ഷിണങ്ങൾ തുടങ്ങിയവ നടക്കും. വിവിധ ഇടവകകളിൽ നിന്നുള്ള ആഘോഷാരവങ്ങൾ അങ്ങാടി കേന്ദ്രീകരിച്ച് സംഗമിക്കുന്നതാണ് പെരുന്നാളിന്റെ പ്രധാന രീതി. വിവിധ പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യാഘോഷങ്ങളും നടക്കും. കേവലം ഒരു ക്രൈസ്തവ ആഘോഷം എന്നതിലുപരി കുന്നംകുളത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേരുന്ന സാംസ്കാരികോത്സവം കൂടിയാണിത്. വിദേശങ്ങളിൽ നിന്നുള്ളവർ പോലും പിണ്ടിപ്പെരുന്നാൾ കൂടാനായി നാട്ടിലെത്താറുണ്ട്. ഞാൻ ഇതിനെ കാണുന്നത് ഒരു നാടിൻ്റെ തനതായൊരു ഉത്സവം, അത്
ആ നാടിൻ്റെ നഗരസഭ ഏറ്റെടുത്ത് എല്ലാവരെയും ചേർത്ത് ഒന്നിച്ചു നിർത്തുന്നു. അത് നൽകുന്ന അതിൽ തന്നെ അതിൻ്റെ സന്ദേശം പൂർണ്ണമാണ്, വ്യക്തമാണ്. വേണമെങ്കിൽ പറയാം ഇത് ക്രിസ്ത്യാനിയുടെ പരിപാടിയാണ്, അത് ഞങ്ങൾ നടത്തേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വിഭാഗീയതയില്ലാതെ, അതുകൊണ്ടാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത്, നമ്മുടെ എല്ലാ ഫെസ്റ്റിവൽസും ഇതൊരു കുന്നംകുളം പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവിറ്റിയുടെ നാടാണ്. നമ്മളെല്ലാം ആഘോഷിക്കുകയാണ്. ആ ആഘോഷങ്ങൾ ഒന്നിച്ച് ഭംഗിയായിട്ട് മാനവ സൗഹൃദത്തിന് വേണ്ടി കൊണ്ടുപോകാൻ സാധിക്കും. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 3 കടകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. പടിഞ്ഞാറേ നടയിലെ ബാലാജി റെസ്റ്റോറൻറ്റ്, മോഡേൺ ടീ സ്റ്റാൾ, സരസ്വതി ഡയറി എന്നിവിടങ്ങളിൽ നിന്നാണ് പഴയ ഭക്ഷണം പിടികൂടിയത്. റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് പഴകിയ കടലക്കറി, മുറിച്ചുവെച്ച സവാള എന്നിവയും ഡയറിയിൽ നിന്ന് കായ വറുത്തതുമാണ് ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തത്. ദേവസ്വം പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിലെ ഹോട്ടലായ പഴയിടം രുചിയിൽ നിന്ന് നിരോധിച്ച ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഗ്ലാസുകളും പ്ലേറ്റുകളും പിടിച്ചെടുത്തു. പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. ചാവക്കാട് നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. വികസനം, പൊതുമരാമത്ത്, ക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ കമ്മിറ്റികളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. മത്സരം ഇല്ലാതെയാണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. 33 അംഗ നഗരസഭയിൽ LDF 21, UDF 12 എന്നിങ്ങനെയാണ് കക്ഷിനില. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ G പ്രണവ് വരണാധികാരിയായി വെള്ളിയാഴ്ചയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരഞ്ഞെടുപ്പ്. അരിമ്പൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രോത്സവത്തിനിടെ 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതി പിടിയിൽ. തമിഴ്നാട് സ്വദേശിനി പളനി അമ്മാളിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. എരമംഗലം സ്വദേശികളുടെ കുഞ്ഞിന്റെ മാലയാണ് പൊട്ടിച്ചത്. ഉത്സവത്തിന്റെ പ്രധാന ദിവസമായതിനാൽ ക്ഷേത്ര പരിസരത്തെല്ലാം തിങ്കളാഴ്ച വലിയ തിരക്കായിരുന്നു. ഇതിനിടെ രാത്രി 7ഓടെയാണ് കുഞ്ഞിന്റെ മാല പൊട്ടിച്ചത്. ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും മാല പൊട്ടിച്ചെടുത്ത യുവതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നാട്ടുകാരും പോലീസും പിന്തുടർന്നതോടെ മാല അടുത്തുള്ള കടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇവരെ പിടികൂടുകയായിരുന്നു. പ്രതിയെ പിന്നീട് അന്തിക്കാട് പോലീസിന് കൈമാറി. ക്ഷേത്രോത്സവങ്ങളുടെ മറവിൽ മോഷണം നടത്തുന്ന സംഘത്തിലുള്ള ആളാണ് പിടിയിലായ യുവതിയെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. കുടുംബത്തിന്റെ പരാതിയിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തു. ഗുരുവായൂർ തിരുവെങ്കിട ജലവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രസമിതി പ്രസിഡന്റ് ശശി വാറനാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. പ്രഭാകരൻ മണ്ണൂർ, ബാലൻ വാറനാട്ട്, ശിവൻ കണിച്ചാടത്ത്, ഹരി കൂടത്തിങ്കൽ, രാജു പെരുവഴിക്കാട്ട്, P രാഘവൻ നായർ, വിജയകുമാർ അകമ്പടി, ഹരി വടക്കൂട്ട്, ഉണ്ണി കാഞ്ഞുള്ളി എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 20-നാണ് മകരച്ചൊവ്വ മഹോത്സവം. ഇന്ത്യയെ തൊട്ടറിയാൻ ഓട്ടോ യാത്രയുമായി ഒരു വിദേശി. അമേരിക്കൻ സ്വദേശിനി ഷൈൻ ആണ് ഓട്ടോയിൽ സഞ്ചാരം നടത്തി ഈ രാജ്യത്തിന്റെ സംസ്കാര പൈതൃകം തൊട്ടറിയുന്നത്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന അഡ്വഞ്ചർ ട്രിപ്പിന്റെ ഭാഗമായുള്ള യാത്രയിൽ അമേരിക്കൻ സ്വദേശി ഷൈൻ യുവാക്കളുടെ ഈ കാലഘട്ടത്തിലെ മാനസിക ചിന്തകളെക്കുറിച്ച് പഠനം നടത്തുന്നതിനായുള്ള ഡോക്യുമെന്ററി ചിത്രീകരണവും നടത്തി. കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ യാത്ര തിരിച്ച ഷെയ്നും സുഹൃത്ത് റോമിനും സഹായി ലിജോ ചാക്കോയും 14 ദിവസത്തെ യാത്രയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 3200 കിലോമീറ്റർ സഞ്ചരിച്ച് രാജസ്ഥാനിലെ ജയ്സൽമേർ എന്ന സ്ഥലത്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചെത്തുന്ന മറ്റു ടീമംഗങ്ങളുമായി സംഗമിക്കും. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജയ്സൽമേർ വരെ യാത്ര ചെയ്യുകയാണ്. ഈ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ബോയ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. യാത്രയിൽ കണ്ടുമുട്ടുന്ന 20-നും 35-നും മധ്യേ പ്രായമുള്ള യുവാക്കളുമായി ആശയവിനിമയം നടത്തുകയും പഠനം നടത്തുകയുമാണ് യാത്രയുടെയും ഡോക്യുമെന്ററി നിർമ്മാണത്തിന്റെയും ലക്ഷ്യം. 2 കൊല്ലത്തോളം ഷെയ്ൻ ഈ ഡോക്യുമെന്ററി ചിത്രീകരണത്തിനായി വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കും. അഞ്ഞൂർ സ്വദേശി ലിവിന്റെ വീട്ടിലെത്തിയ സംഘം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ചെലവഴിച്ചാണ് യാത്ര പുനരാരംഭിച്ചത്. പ്രത്യേകമായി സജ്ജീകരിച്ച ഓട്ടോറിക്ഷയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റ് വ്യാപാര ഭവൻ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണവും യൂണിറ്റ് അംഗത്തിന് ഭദ്രം പ്ലസ് മരണാനന്തര സഹായവും നൽകി. വ്യാപാരികൾക്ക് ഭീഷണിയായ വഴിയോര കച്ചവടം നിയന്ത്രിക്കുക, റോഡ് വികസനത്തിന്റെ പേരിൽ സ്ഥാപനം നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് കിഫ്ബി പറഞ്ഞ നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിന് ഇടപെടുക, വ്യാപാര ഭവനിലേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച മെമ്മോറാണ്ടം വ്യാപാരികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ അംഗം സോണി സക്കറിയ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MK ജോഷി അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മീന സാജൻ, ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ പോൾ, സിമി എയാൽ, ജംഷീറ ഷിഹാബ്, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, പഞ്ചായത്ത് അംഗങ്ങൾ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. പൈതൃകം ഗുരുവായൂരിന്റെ പ്രതിമാസ കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വ്ളോഗറും എഴുത്തുകാരിയുമായ രഞ്ജിനി വിനോദിന്റെ ക്ഷേത്രായനം എന്ന വൈജ്ഞാനിക സദസ്സ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, ഡോക്ടർ KB പ്രഭാകരൻ, KK വേലായുധൻ, മണലൂർ ഗോപിനാഥ്, ജയൻ K മേനോൻ, K സുഗതൻ, രവീന്ദ്രൻ വട്ടരങ്ങത്ത്, പ്രഹ്ലാദൻ മാമ്പറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. DYFI ഇടപെടൽ ഫലം കണ്ടു. മുതുവട്ടൂർ ചെറ്റിയാലക്കൽ ക്ഷേത്രത്തിന് സമീപം മിനി മാസ്റ്റർ ലൈറ്റ് അനുവദിച്ചു. മിനി മാസ്റ്റർ ലൈറ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് DYFI മുതുവട്ടൂർ വെസ്റ്റ് യൂണിറ്റ് ഗുരുവായൂർ MLA NK അക്ബറിന് നിവേദനം നൽകിയിരുന്നു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത്. 7ാം വാർഡ് കൗൺസിലർ K റീന, DYFI മേഖലാ ട്രഷറർ PV നഹാസ്, MP ഷാനിദ് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. കുന്നംകുളം യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ 74ാം വാർഷിക കൺവെൻഷൻ ജനുവരി 7 മുതൽ 11 വരെ നടക്കും. കൺവെൻഷനിൽ ബ്രദർ ജോർജ് ചെറിയാൻ, ബ്രദർ ജോർജ് ഉമ്മൻ എന്നിവർ മുഖ്യ പ്രാസംഗികരാകും. പൊതുയോഗാനന്തരം രാത്രി വാഹന സൗകര്യമുണ്ടാകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,725 രൂപ, സ്വർണം പവന് 1,01,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം. ഇരിങ്ങപ്പുറം പൊന്നരാശ്ശേരി ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായിരുന്ന പൊന്നരാശ്ശേരി PA ബാലകൃഷ്ണൻ നിര്യാതനായി. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് സ്വവസതിയിൽ നടത്തും. ചന്ദ്രിക ഭാര്യയും പരേതയായ വിദ്യ, വിപിൻ, ദിവ്യ എന്നിവർ മക്കളാണ്. കടപ്പുറം ഞോളി റോഡിന് വടക്ക് താമസിക്കുന്ന പരേതനായ ആനാംകടവിൽ ബീരുമകൻ മുഹമ്മദ് അലി നിര്യാതനായി. 75 വയസ്സായിരുന്നു. സഫിയ ഭാര്യയും മുഫീദ, മുനീഫ്, മുവാദ് എന്നിവർ മക്കളുമാണ്. ഖബറടക്കം ഇന്ന് വൈകിട്ട് 4:30-ന് കടപ്പുറം ഉപ്പാപ്പ പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.